നമ്മളെ ഇവിടെ ഒരു വല കുത്തി കേട്ടോ. ഇവിടെ വല കുത്തി ഇനി നമുക്ക് അവിടുന്ന് വലിച്ചു വരണം. നമ്മൾ ചെയ്യുന്ന സ്ഥിരം പരിപാടി തന്നെ. നമ്മൾ എവിടെ വലി തെളിഞ്ഞ കാലാണ് നമ്മൾ അവിടെ ഇട്ട് പുറകോല വലിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ പുറകോല വലിക്കാൻ നേരത്തില്ലേ ചിലപ്പോൾ ചാടിപ്പോവും. ഇല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഉള്ളത് നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ പൂണ്ട് പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നേ വലിക്കത്തുള്ളൂ. നടുക്ക് ആള് കാണത്തില്ല. എന്തായാലും നമുക്ക് അവിടുന്ന് വലിച്ചു നോക്കാം. നമ്മുടെ ലക്ഷ്യം വാള തന്നെ. വാള കണ്ടേ കിട്ടണം. അല്ല വേറെ മീനൊന്നുമില്ല. വേറെ മീനൊക്കെ നൻവെള്ളത്തിൽ ആദ്യമായി കാണാൻ പറ്റുന്നത് അവിടെ ആ സൈഡിലെ രണ്ട് നല്ല കാലം കൊഞ്ച് ചത്ത് കിടക്കുന്നത്. ചത്തതേ ഉള്ളൂ, പച്ചയെ ചീഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കത് എടുത്തിടാൻ പറ്റത്തില്ല. നമ്മളെ ഈ മീനൊക്കെ പിടിച്ച് നമ്മൾ കരക്കയറാൻ നേരത്തെ നേരെ ചീഞ്ഞു പോകും. പക്ഷെ ഇപ്പൊ ആയിരുന്നെങ്കിൽ ആരെങ്കിലും കറിക്കൊക്കെ വരുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ആരും കറിക്ക് പിടിക്കത്തക്കാരും വരത്തില്ല. പിന്നെ ഈ സൈഡിലുള്ളവരൊക്കെ അവരൊക്കെ അങ്ങേറ്റത്തൊക്കെ പോയി നിൽക്കുന്നുണ്ട്. അവരാരും കാണുന്നുമില്ല. കാര്യം നമുക്ക് നോക്കാം, അവിടുന്ന് വലിച്ചു നോക്കാം. ഇഷ്ടംപോലെ പൊടിമീനുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്ന പോലെ തെളിവ് പോലെ നമ്മൾ വെച്ചിരിക്കുന്നത് ചാനലൊക്കെ പൊടിമീനാണ്. പക്ഷെ ഇത് നമുക്ക് പ്രയോജനമില്ല ഇപ്പൊ കിട്ടിയിട്ട്. നമ്മളിത് ഇവിടുന്ന് അങ്ങോട്ടാ വലിക്കുന്ന കേട്ടോ. രണ്ടുപേരെ ഉള്ളതുകൊണ്ട് ഇത്രയും ദൂരം വലിക്കുക പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പെട്ട പരിപാടിയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വലിക്കുന്ന. ഇവിടുന്ന് വലിച്ചു നോക്കാം. ഇപ്പോൾ ഒരു മോട്ടർ ഓടാൻ തുടങ്ങിയോണ്ടേ ഒരു ഒഴുക്കുണ്ട് അങ്ങോട്ട്. ആ വല ക്ലിയർ ആക്കി. പക്ഷെ നമ്മൾ പുറവ് വലിക്കുന്ന വലേ അടുത്തടുത്ത് വന്ന് നിൽക്കും. നോക്കാം, വലിച്ചു നോക്കാം. എന്നാ വരാലോ വാളക്കാത്തിയേ. അവിടെ ഒരു ചെറിയൊരു വാള കിട്ടി കേട്ടാ. കാണാൻ പറ്റുമോന്നറിയത്തില്ല. കുഴപ്പമില്ല. വലട കെട്ടിയിട്ടേക്ക്, കരം കെട്ടിയിട്. ഇവരിവിടെ പോ. നമ്മളെ വല വലിച്ച് ഇവിടം വരെ കൊണ്ടോ. നല്ല ഒഴുക്കായണ്ട് ഒരു രക്ഷയില്ല. ഒന്നത്തെ കാര്യം രണ്ടുപേരായിട്ട് ഭയങ്കര അതില്ല. ചെറിയ പ്രാണിയുണ്ട് മിന്ത്. നമ്മളെ കണ്ണി പിടിക്കാൻ പറ്റുന്ന സാധനം. അത് ശരിക്കും കടിക്കുന്നുണ്ട്. അവനൊരു വാളച്ചാത്തി കിട്ടിയിട്ടുണ്ട്. അവന് വാളച്ചാത്തിയും ചെമ്മീനും. എനിക്കാണ് രണ്ട് മൂന്ന് കുറുവായ ഒരു പൂളാനെ കിട്ടില്ല. ഈ ചാലൊന്ന് തപ്പിയിട്ടുണ്ട് ഈ വല വലിച്ച് അങ്ങോട്ട് കറക്കി വെക്കാം. ചാലം തപ്പി നോക്കട്ടെ. ഇവിടെ കുറ്റി ഉണ്ടല്ലേ. എന്തേ കണ്ണും കൂടി. നമ്മുടെ വല രണ്ടും പൊക്കി കേട്ടാ. വാളയുടെ ലക്ഷണമൊന്നും കാണുന്നില്ല. നമുക്ക് ഫിനീഷിനൊരു വാള കിട്ടി. പിന്നെ വലക്കകത്ത് നമുക്ക് ഒരു വല എടുത്ത് സൈഡിൽ കൊണ്ടുവന്നു. നേരെ കുറുവ കിടപ്പുണ്ട്. കുറുവ നല്ല നമ്മുടെ തെളിഞ്ഞ വലയുണ്ട്. അതിൽ കിടക്കുന്ന വള്ളത്തിൽ നല്ല ചീമിട്ട് വള്ളത്തിയ. അത് ഇന്നിട്ടും ആ വലയിൽ നിന്ന് ഊരി പൊക്കോണ്ടിരിക്കുക. അവന് കിട്ടിയ മീൻ കാണിച്ചേ. നമുക്ക് ഇന്നൊരു ചെറിയൊരു കൊമ്പനാ കിട്ടി. ചെറിയ കൊമ്പൻ അവൻ കുറച്ച് കരിമീൻ വെള്ളത്തെയും കുറുവായും ചെമ്മീനും തപ്പിയിട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടി കാണിച്ചുതരാം. എനിക്ക് കിട്ടിയ 3 കുറുവായ ഒരു പൂളാനും കിട്ടിയ. നോക്കാം വലക്കകത്ത് എന്തോരം നോക്കാം. വലക്കകത്ത് കുറുവ കാണുന്നുണ്ട്. കണ്ട് ഉടക്കയല്ലേ. പഴയ ചത്ത കിട്ടുമ്പോഴേണ്ട. പിന്നെ നമ്മുടെ പുറവലിച്ച വല എടുത്തായിരുന്നു കേട്ടോ. പുറവലിച്ച വല എടുത്തിട്ട് നമുക്ക് കിട്ടിയ ആ പുറകിൽ നിന്ന് വലിച്ചോണ്ട് വന്നപ്പോ ഒരു വാളച്ചാത്തിയും വലക്കകത്ത് നമുക്കൊരു ചെറിയൊരു നാടൻ വരാലും കിട്ടി. പിന്നെ കുറച്ച് കുറുവായും കുറച്ച് വള്ളത്തിയാ നമുക്ക് കിട്ടിയ. മറ്റേ മിന്തെന്ന് പറയുന്ന സാധനം കടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവര് എന്ന് വെച്ചാൽ ഇതിന്റെ കടി കിട്ടിയിട്ടുള്ളവർക്കറിയാം അതിന്റെ സുഖം. നമ്മുടെ കണ്ണി പിടിക്കത്തില്ല ഈ സാധനം. കടിച്ചെടുത്ത് ചുണ്ട് വരെ തടിച്ചു നിൽക്കുക. ഒരു രക്ഷയില്ല. മീനെ കാണിച്ചു തരാം. ഇതാ നമുക്ക് കിട്ടിയത്. ഒരു നാടൻ വരാലും പിന്നെ കൂട്ടത്തിൽ ഒരു വാളയുണ്ട് ചെറുത്. എന്താ പിന്നെ കുറച്ച് കുറുവ. ഇന്നത്തെ കുറുവ എല്ലാം വലിയ കുറുവയാ. ഇനി നമുക്ക് ഒരു വല കൂടി എടുക്കാനുണ്ട്. അതുകൂടി എടുക്കണം. പിന്നെ വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം.
ഇല്ല. ഇത് കണ്ട, കിടക്കുന്ന കൊഞ്ചിനെ കണ്ട, ഇത് കണ്ട, ചത്തുപോയതാ സാധനമായി. ഇതൊരെണ്ണം, ഏ തൊട്ടടുത്ത് വേറൊരെണ്ണം. ഇത് കണ്ട, രണ്ടും താമരക്കാലം കൊഞ്ചായിരുന്നു. ആർക്കും പ്രയോജനമില്ലാതായിപ്പോയി. നമ്മുടെ വലയെല്ലാം വലിച്ചെടുത്തായിരുന്നു കേട്ടോ. വല വലിച്ചെടുത്ത് ഇവിടെ ഒതുക്കി വെച്ച് അവിടെ കിടന്ന കൊഞ്ചേ ആ അച്ചായന് കൊടുത്ത്. അച്ചായൻ അത് കഴുകിയെടുത്ത്, അച്ചായൻ 10 മണിക്കേ പോകത്തുള്ളൂ. 10 മണിക്ക് പോകുന്നവരെ കുഴപ്പമില്ലെങ്കിൽ ആ കൊഞ്ച് അച്ചായന് പ്രയോജനമാണ്. പച്ച കൊഞ്ചാ അത്. എന്തായാലും ഞങ്ങൾ വലയെടുത്ത് നോക്കട്ടെ. വലയ്ക്കകത്ത് അവിടെയൊക്കെ കുറുവയൊക്കെ വെള്ളം എടുക്കുന്നുണ്ട്. കണ്ട, കുറുവയായി വെള്ളം എടുക്കുന്നത്. ആ കുറുവ എങ്കിൽ കുറുവ നമുക്ക് കിട്ടുന്ന മതി. നമുക്ക് ഇന്ന മീനൊന്നുമില്ല. കാരികൂരി എമ്പല്ലി കുഞ്ഞല്ല, വലുത്. കാരി അമ്പട. ആ മൊത്തത്തിൽ വലയിട്. ഓക്കെ, കണ്ടത്തിലോട്ട്. നമ്മുടെ വലക്കകത്ത് ഒരു കൊമ്പനുണ്ട് കേട്ടോ. നമ്മളെ എവിടെ വെച്ചാലും ഒരു കൊമ്പൻ ഓക്കെയാ. നമ്മളിവിടെ അനങ്ങാതിരുന്നോണ്ട് ഇവനെ ഉണ്ടോ ഇല്ലെന്നറിയാം. നമ്മളതൊന്നും കാണത്തില്ലെന്ന് അറിയാം. കണ്ട, കൊമ്പനെ കാണിച്ചാൽ അവന്റെ വായിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കുടഞ്ഞിട്ടടാ. ഇതുണ്ട്, നമ്മളെ എവിടെ വല വെച്ചാലും ഒരു കൊമ്പനുള്ളതാ. കണ്ട, ആ കൊമ്പന്റെ വലിപ്പം കണ്ട. അവൻ അനങ്ങാ കിടക്കുമായിരുന്നു വലക്കകത്ത്. അങ്ങനെ വയ്യാന്ന് തോന്നുന്നു. പിന്നെ കലക്കല കണ്ണിലടിച്ച് ചീളക്കകത്തൊക്കെ കയറി ഒരു പരിപാടി നിൽക്കുക. കണ്ടാ, നീ മീനെ എടുത്തിടുവോ? ഞാൻ വീഡിയോ പിടിക്കട്ടെ. ഇത് കണ്ടതേ, ആ ഒരു നാടൻ വരാല്. ഇതുണ്ട്, ഒരു നാടൻ വരാല്. സിലോപ്പിയ കണ്ട, സിലോപ്പി അടി കൈക്കിട്ട് മുള്ളുണ്ടോ? നല്ല വെട്ടം അടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതേ കിടക്കുന്നു. കണ്ട, സിലോപ്പി ഇട്ടോ. ഒരെണ്ണം കൂടി ഉണ്ടല്ലേ. ഒരു വരാ, അത് പടപ്പാ, വാകേടാ. ഇതിനകത്തിട്ടുണ്ട്, കലത്തിട്ട് നമുക്ക് തോട്ടിക്കൊണ്ടക്കളെ. ആ സിലോപ്പി കൂടി പിടിച്ചേ. കണ്ടോ സിലോപ്പി. ഞങ്ങളെ അവൻ ഒറ്റയ്ക്ക് ഈ കുറുവ പെറുക്കിയ താമസമോ. ഞാൻ കൂടി പെറുക്കിയിട്ട് മൊത്തം മീനെ എടുത്തിട്ട് കാണിച്ചു തരാം. മൊത്തം മീനെ കലത്തിലെടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളെ ഈ ഒരു സൈഡിലെ മീൻ മാത്രം എടുത്തതാ കേട്ടോ കുറുവ. അതെ, നമ്മുടെ കരത്തിന് ഒരു അരക്കലം കുറുവയുണ്ട്. കണ്ടോ, 2 സിലോപ്പി ഉണ്ടായിരുന്നു. ആ ഒരു വല വലിയ ഒരു വാളയുണ്ടായിരുന്നു, ഒരു വരാല്. ഇനി നമുക്കിത് ഇവിടെ എടുക്കാനുണ്ട്. ഇവിടുത്തെ എടുക്കട്ടോ. അപ്പൊ ഞങ്ങൾ 2 പേരെ ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാ വീഡിയോ എടുത്ത് നോക്കുക. അടുത്ത വല നോക്കിയപ്പോഴുള്ള ഇതാ കേട്ടോ. ഇതിനകത്ത് ഒരു ചെറിയൊരു സിലോപ്പി ഉണ്ട്, പിന്നെ കുറുവായും 2 ചെറിയ നാടൻ വരാലും ഉണ്ട്. 3 ചെറിയ നാടൻ വരാലുണ്ട്. ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെ 2 ചെറുത് കിടപ്പുണ്ട്. എന്തായാലും ഒന്ന് പെറുക്കി എടുത്താ. ഇത് കണ്ട, നമുക്കതേ ബാക്കി കൂടി എടുത്തപ്പോ കിട്ടിയ കുറുവായുമ്പോ മീനൊക്കെ വരാലൊക്കെ കേട്ടാ. ഇനി ഇവ 2 കലത്തിലായിട്ട് കുറച്ച് കുറുവായും വാളയും വരാലൊക്കെ ഉണ്ട്. നമുക്ക് ഇത് കൊണ്ട് വള്ളത്തെ ഇട്ടിട്ട് നീ ഒരു വല കൂടി വെച്ച് നോക്കണം.
ഒരു വല കൂടി വെച്ചിട്ട് എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പൊ മോട്ടർ ഓടുന്നുണ്ട്. ഇപ്പൊ വല വെച്ചാലും നമ്മൾ പുറകെ വലിച്ച മീനൊന്നും വലുതായിട്ട് കിട്ടത്തില്ല. എന്തായാലും നോക്കാം, ഒന്നുകൂടി നോക്കാം. കൊണ്ട് ഇട്ടിട്ട് വരാം വള്ളത്തിൽ. നമ്മൾ അവിടെ ഒരു വല വെച്ചപ്പോ കിട്ടിയ മീനാട്ടോ ഇതൊക്കെ. 2 കലത്തിലുണ്ട്. അതെ, വാഗ സിലോപ്പി അത്തോ. ചെമ്പല്ലി ഉണ്ട്, ചെമ്പല്ലി. കൊമ്പൻ ചാവുമെന്നറിയത്തില്ല. കലക്ക വെള്ളം വേണ്ടേ? വേണ്ട. ചാകത്തില്ലെന്ന് തോന്നുന്നു. അല്ലെ ഉമാരെ പിടിച്ച് നമുക്ക് വെള്ളത്തിൽ കെട്ടിയിടാം. നമുക്കേ ഇപ്പൊ ഒരു വല വെച്ച് കിട്ടിയ മീനിതാ. പിന്നെ ഒരു നൈസ് പണി കൂടി കാലായിട്ട് കിട്ടി. ഈ പറ്റു വലക്കെ, ചെറിയ പൊടിക്കണ്ണി വലക്ക് വീശുന്നവരൊക്കെ കരയ്ക്ക് കുടഞ്ഞിടും. ഒരു കൂരിയൊക്കെ ഉണ്ടായിരുന്നു, കേറി ചവിട്ടി ഉപ്പൂറ്റി കേറിയിരിക്കും. മിക്കവാറും 2 ദിവസത്തേക്ക് ഒരു പെൻഡിങ് കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല സുഖമോ. എന്തായാലും പറ്റിയ ഒന്നുകൂടി ഞങ്ങൾ വല വെക്കും. അടുത്ത വല വെക്കുന്ന മീൻ കാണിച്ചു തരാം. ഇതാണ് നമുക്കിപ്പോ കിട്ടിയ മീൻ. ഇവന്മാരെ ഒന്ന് വെള്ളത്തിൽ ഇടട്ടെ.